ഹലോ ഗൈസ്, വെറുതെ ഇരിക്കുമ്പോൾ കുറിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ചിക്കൻ പോപ്കോൺ ആണ് ഉണ്ടാക്കുന്നത്. ബോൺലെസ് ചിക്കനിലേക്ക് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് സോയാ സോസ്, കുറച്ച് തൈര് ഇത്രയും കൂടെ ഇട്ടിട്ട് നല്ലോണം കുഴച്ച് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എനിക്ക് ജലദോഷമാണ്, സൗണ്ട് ഒക്കെ പോയി കിടക്കുകയാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇനി ചിക്കൻ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് മൈദ, കോൺഫ്ലോർ, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് ഇത്രയും കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിൽ അവസാനമായിട്ട് കോഴിമുട്ട ചേർക്കണം. ഈ ഒരു ഘട്ടത്തിൽ ചേർത്താൽ മതി. ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലോണം കുഴച്ചെടുക്കാം. ഓരോ പീസും എടുത്ത് ആദ്യം മൈദയുടെ മിക്സിൽ ഒന്ന് കോട്ട് ചെയ്ത് പിന്നെ നല്ല തണുത്ത വെള്ളത്തിലൊന്ന് മുക്കിയെടുത്ത് വീണ്ടും ആ മൈദയിൽ ഇട്ടിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. അങ്ങനെ എല്ലാ പീസും ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ടേ. ഇന്നലെ കണ്ടില്ലല്ലോ എന്ന് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചും കമൻറ്റ് ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഒട്ടും വയ്യാഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത് കേട്ടോ. നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനി പരിപാടി സിമ്പിളാണ് കേട്ടോ. നല്ല തിളച്ച ഓയിലിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഉണ്ടാക്കി പ്ലേറ്റിലിടേണ്ട താമസം സാധനം കാലിയാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി തീരുന്നത് വരെ ഈ പരിസരത്തേക്ക് ഞാൻ ആരും അടുപ്പിച്ചിട്ടില്ല. സക്സസ്ഫുള്ളി ഞാൻ എല്ലാം വറുത്ത് കോരി മാറ്റുന്നുണ്ടേ. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ സ്റ്റാർട്ടറായിട്ട് ഞാൻ ഈ ചിക്കൻ പോപ്കോൺ കഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വീട്ടിലുണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. കിട്ടില്ല ടേസ്റ്റ് ആണ്. നമ്മുടെ KFC ഒക്കെ ഉണ്ടല്ലോ, അത് കഴിക്കുന്ന ഒരു ഫീലാണ്. വീട്ടിലെന്തായാലും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും. അപ്പോൾ ടാറ്റാ.